ഇന്ന് ഞാൻ മറൈൻ അക്വേറിയത്തിലൊരു അനിമോണിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അക്വേറിയം എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മന്തായി. നമ്മുടെ പാരാമീറ്റർ എല്ലാം ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിലേക്കൊരു ചെറിയൊരു അനിമോണിനെ ആഡ് ചെയ്യാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അക്വേറിയം ചെറിയ അക്വേറിയമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിതിലേക്ക് അനിമോണിനെ ആഡ് ചെയ്യുമ്പോൾ വലിയൊരു അനിമോണിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അമോണിയ ക്രിയേറ്റ് ആകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വാട്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു അനിമോണിനാണ് ആഡ് ചെയ്യുന്നത്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു അനിമോണിനെ കെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് വളരെ റിസ്ക്കും കാര്യങ്ങളാണ്. അവയ്ക്ക് ഇമ്മ്യൂണിറ്റി പവർ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു സ്പെഷ്യൽ അറ്റൻഷൻ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇന്ന് ഇതിലേക്കൊരു ചെറിയൊരു കാർപ്പറ്റ് അനിമോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മുന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം, കാർപ്പറ്റ് അനിമോണി വളരെ ഹാർഡി ആയിട്ടുള്ളൊരു അനിമോണി ആയ കാരണം തന്നെ നിങ്ങളെല്ലാവരും തന്നെ ബിഗിനേഴ്സ് എല്ലാവരും തന്നെ ഒരു കാർപ്പറ്റ് അനിമോണിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ കാർപ്പറ്റ് അനിമോണിയാണ് ഇത്. ഇതിൻ്റെ റെഡ് ഭാഗം കാണുന്നതാണ് ഇതിൻ്റെ മൗത്ത്. അപ്പോൾ ഞാൻ ചെറിയൊരു കാർപ്പറ്റ് അനിമോണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു അനിമോണിനെ ഫിഷിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആവണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം ഇതിലേക്ക് കൂടുതൽ ഒഴിച്ചിട്ട് ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് ആയതുകൊണ്ട് കുറച്ച് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു പായലോ ചെടി പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ അനിമോണി എന്ന് പറയുന്നൊരു ജീവിയാണ്, ജീവനുള്ളൊരു ജീവിയാണ്. അപ്പോൾ നമ്മളിതിന് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അനിമോണിനായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും തന്നെ കയറിയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഡ്രോപ്പുകളായിട്ട് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ടെമ്പറേച്ചർ എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അക്വേറിയത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ സ്ട്രെസ് ആവാനും ഡെഡ് ആവാനും കാരണമുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ബബിൾ ടിപ്പ് അനിമോണി അതുപോലെ തന്നെ ലോങ് ടെൻഡർ അനിമോണിലേക്ക് പോകാണ്ടിരിക്കാൻ ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ പെട്ടെന്ന് സ്ട്രെസ് ആവാനും മരിക്കാനും കാരണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് കുറച്ച് ഹാർഡ് ആയ കാരണം തന്നെ കുറച്ച് കാലം നമുക്ക് കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടും. പിന്നെ ഈ അനിമോണിനെ ആഡ് ചെയ്യുമ്പോൾ ഈ ചെറിയൊരു അനിമോണിയ കാരണം ക്ലോൺ ഫിഷ് പോകാൻ ചാൻസ് കുറവായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു അനിമോണിയാണ്. അപ്പോൾ ക്ലോൺ ഫിഷ് ഇതിനായിട്ട് പെയറാവാൻ 1-2 ദിവസം ചിലപ്പോൾ പിടിക്കും. അപ്പോൾ ഈ ചെറിയൊരു അനിമോണിയ കാരണം ഇതിന് ടൈം പിടിക്കും. ഒരു ക്ലോൺ ഫിഷ് അനിമോണിയുടെ ഉള്ളിൽ കൂടെ കളിക്കുന്നത് കാണാൻ വളരെ രസകരം തന്നെയാണ്. പക്ഷെ നമ്മളൊരു പെട്ടെന്ന് തന്നെ ഒരു ലോങ് ടെൻഡക്കിൾ അനിമോണിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ പാരാമീറ്റർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാർപ്പറ്റ് അനിമോണിൽ തുടങ്ങായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്കിതിലേക്ക് മെല്ലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് തന്നെ കളഞ്ഞിട്ട് ഞാനിതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മെല്ലെ ഞാനിങ്ങനെ കൈ കൊണ്ട് എടുക്കുകയാണ്. കൈ കൊണ്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ അനിമോണിയിലും ടോക്സിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് അത് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇങ്ങനെ മെല്ലെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അക്വേറിയത്തിലേക്ക്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞുള്ള പോലെ തന്നെ അനിമോണി ഒരു കോറലിൻ്റെ പോലെ നമ്മളൊരു വെച്ച സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കണമെന്നില്ല. അപ്പോൾ അവയ്ക്ക് വളരെയധികം ലൈറ്റ് അതുപോലെ തന്നെ ഒരു സ്ട്രെസ് ആകുമ്പോൾ ആ ഏരിയയിൽ നിന്ന് അവ മൂവ് ആയി ചിലപ്പോൾ ചില്ലിൻ്റെ മുകളിലേക്കും പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ അനിമോണി റോക്ക് ഉണ്ടെങ്കിൽ ബെറ്റർ ആണെന്നാണ് ഞാൻ പറയുന്നത്. റോക്ക് ഉണ്ടെങ്കിൽ ആ റോക്കിൻ്റെ മുകളിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഞാനൊരു ബ്രാഞ്ച് ഒരു റോക്ക് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റോക്കിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കാനാണ് ചാൻസ്. അതുപോലെ തന്നെ നമ്മൾ അനിമോണിനെ വെച്ചിട്ട് നമ്മൾ 1-2-3 മണിക്കൂർ വളരെയധികം കെയർ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പവർ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഈ അനിമോണി പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ അനിമോണി ഒന്ന് സെറ്റ് ആവുന്നത് വരെ 1-2-3 മണിക്കൂർ വളരെയധികം കെയർ കൊടുക്കണം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായിട്ടില്ലെങ്കിൽ നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യണം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കില്ല. സപ്പോസ് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് അനിമോണി പവർ ഹെഡിൽ പെടുകയാണ്, അനിമോണി ഡൈ ആവാൻ കാരണമാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആ അക്വേറിയം ടോട്ടലി റീസെറ്റ് ചെയ്യേണ്ട അവസ്ഥയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമെല്ലാം കേടാവുകയും അതുകൊണ്ട് നമ്മൾ ടോട്ടലി റീസെറ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്കൊരു വളരെയധികം വലിയൊരു ചിലവായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അനിമോണിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ ശരിക്കും ആ വീഡിയോ
കണ്ടതിന് ശേഷം മാത്രം ഒരു അനിമോണിനെ കെയർ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അനിമോണി ഇപ്പോൾ വെച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് കറക്റ്റായിട്ട് സ്റ്റിക്കി ആയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മുടെ അക്വേറിയത്തിൽ ഇങ്ങനെ ആ വേവിനനുസരിച്ച് കൊണ്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്ലോൺ ഫിഷും ഇതിനായിട്ട് പെയറാവാൻ ചാൻസ് കുറച്ച് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനിമോണി ചെറിയ അനിമോണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് പെയറാവാൻ ചിലപ്പോൾ കുറച്ച് ടൈമും പിടിക്കും. പിന്നെ അനിമോണി ചെറുതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പെയറാവാൻ ഇതിന് കുറച്ച് ടൈം കാര്യങ്ങൾ പിടിക്കും. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ ഇതിങ്ങനെ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ പറ്റി പിടിച്ചിട്ട് ഏകദേശം ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അനിമോണി എപ്പോഴും അവിടെ ഇരിക്കണമെന്നൊന്നുമില്ല. ഒരു അനിമോണി അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ അനിമോണിയുടെ ടെൻഡക്കിൾ, ചെറിയ ചെറിയ ടെൻഡക്കിളെല്ലാം കാണാം. അപ്പോൾ ഈ ഒരു ടെൻഡക്കിൾ വഴി ഇങ്ങനെ അതിൽ പറ്റി പിടിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം പറ്റി പിടിച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ റെഡ് മൗത്ത്, അവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് ഇത് കൊണ്ടുപോയി കഴിക്കാറാണ് പതിവ്. ഇപ്പോൾ നമ്മുടെ അക്വേറിയത്തിൽ അനിമോണി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മുടെ അനിമോണി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആയിട്ട് ഇപ്പോൾ അടിയിൽ കുറച്ച് അക്വേറിയം സാൻഡിനോട് കൂടി തന്നെ റോക്കിനോടും കൂടി തന്നെ സ്റ്റിക്കായിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ അനിമോണിനെ നമ്മൾ പേടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇനി അനിമോണിനെ നമുക്കൊരു 3 ഡേയ്സ് കൂടുമ്പോൾ നമുക്ക് ഇനി ഇവയ്ക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. നമുക്കൊരു വീക്കിൽ ഒരു 3 ഡേയ്സും കൂടുമ്പോൾ നമുക്ക് ഫുഡ് കാര്യങ്ങൾ കൊടുത്താൽ. ഇപ്പോൾ അനിമോണിക്ക് അത്ര വലിയ സ്പെഷ്യൽ അറ്റൻഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അക്വേറിയത്തിലെ സൈക്ലിംഗ് പ്രവൃത്തി എല്ലാം കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു കാര്യവും പേടിക്കേണ്ട. അതുപോലെ തന്നെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വേറിയത്തിൽ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ലാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലും എൻ്റെ ഒരു എക്സ്പീരിയൻസിലും പറയുന്നത്. നമ്മൾ മറൈൻ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ അനിമോണിക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ ബെറ്റർ കളർ കാര്യങ്ങളും കിട്ടും. എന്നാലും നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നല്ല വെളിച്ചമുള്ള ഒരു ലൈറ്റ് ആയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറൈൻ അക്വേറിയം ലൈറ്റ് തന്നെ വെക്കണമെന്നില്ല. നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നല്ല കളറേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ലൈഫിനൊരു പ്രശ്നമോ കാര്യങ്ങളോ പറ്റുന്നില്ല അനിമോണിക്ക്. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് എന്താ വേണ്ടതെന്നുള്ളത്.